നമസ്കാരം. റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് പട്ടികജാതി യുവാവിനെ കാട്ടാക്കട പോലീസ് ആളുമാറി പിടികൂടി മർദ്ദിച്ചെന്ന പരാതിയിൽ കാട്ടാക്കട SI മനോജിനെതിരെയും 2 പോലീസുകാർക്കെതിരെയും ചടയമംഗലം സ്വദേശികളായ മനോജ്, വിഷ്ണു എന്നിവർക്കെതിരെയും കണ്ടാലറിയുന്ന മറ്റൊരാളിനെതിരെയും ചടയമംഗലം SHO N സുനീഷ് FIR രജിസ്റ്റർ ചെയ്തു. കൊല്ലം ചടയമംഗലം കല്ലുമലയിലാണ് സംഭവം നടന്നത്. തിരുവനന്തപുരം കാട്ടാക്കട SI മനോജ് ഉൾപ്പെട്ട സംഘമാണ് ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൽ വിളക്കുപാറ സ്വദേശി പുളിവിള വീട്ടിൽ 41 വയസ്സുള്ള സുരേഷ്, 32 വയസ്സുള്ള ഭാര്യ ബിന്ദു എന്നിവരെ മർദ്ദിച്ചതായി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചടയമംഗലം CI റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി രാത്രി 9:30 സുരേഷ് വാടകയ്ക്ക് താമസിക്കുന്ന കല്ലുമല ഹെൽത്ത് സെന്ററിന് സമീപം അനിയുടെ വീടിന്റെ കോമ്പൗണ്ടിൽ പ്രതികൾ അതിക്രമിച്ചു കയറുകയും സുരേഷിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയും കാട്ടാക്കടയിലെ ഒരാളെ വെട്ടിയിട്ട് ഒളിച്ചു താമസിക്കുകയാണെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും കയ്യിൽ വിലങ്ങ് വയ്ക്കുകയും ചെയ്തു. തടയാൻ വന്ന ഭാര്യയെ തള്ളിത്താഴെയിട്ടു. തുടർന്ന് ഇയാളെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. 1, 2, 3, 5 പ്രതികൾ സുരേഷിന്റെ വീട് പരിശോധിക്കുകയും ബൈക്കിന്റെ താക്കോലും SBIയുടെ ATM കാർഡും ലൈസൻസും 18,000 രൂപയും KL 25Q 9078 നമ്പർ വാഹനത്തിന്റെ RC ബുക്കും SBIയുടെ പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സിച്ചതിനുള്ള OP ടിക്കറ്റ്, ബില്ലുകൾ, വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കൊടുവാൾ എന്നിവ എടുത്തുകൊണ്ടുപോയി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ജാതിപ്പേര് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസിന്റെ തുടരന്വേഷണം DYSP നടത്തുമെന്നും ചടയമംഗലം SHO N സുനീഷ് അറിയിച്ചു. റൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. സാറേ, ഞാനും ഭാര്യയും വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഈ പോലീസുകാർ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഒരു ആക്രമണം കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേരിൽ നിലവിലുള്ള ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പോലീസിന്റെ അനാസ കൊണ്ട് ഈ പോലീസുകാർ ഈ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും ആത്മഹത്യ ചെയ്യാനേ വെക്കുള്ളൂ. ഇതിനുള്ള നീതി ഞങ്ങൾക്ക് ലഭിക്കണം. ഇത് എന്നെ പോലുള്ള സാധാപ്പെട്ട പാവങ്ങൾക്ക് ഇത് ഇനി ആവർത്തിക്കരുത്. ഈ നിയമം ചെയ്യേണ്ട നിയമപാലകരാണ് ഈ ഗുണ്ടകളെയും കൊണ്ടുവന്ന് എന്നെ വീട്ടിൽ കയറി ഈ ഭീഷണിയും കാര്യങ്ങളും പെടുത്തി അതിന് എനിക്ക് ഏത് അറ്റം വരെ പോയാലും എനിക്ക് നിയമം ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ വെറും നിരപരാധിയാണ്.